ഉത്തരക്കടലാസ് നഷ്ടമായ MBA മൂന്നാം സെമസ്റ്റർ പരീക്ഷ അതിവേഗം നടത്താൻ കേരള സർവകലാശാല. വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് അതിവേഗം സ്പെഷ്യൽ പരീക്ഷ നടത്തി ഫലപ്രഖ്യാപനം നടത്താനാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. അധ്യാപകനെതിരെയും കർശന നടപടി സ്വീകരിക്കും. എന്നാൽ സെമസ്റ്ററിലെ മറ്റു പേപ്പറുകൾക്ക് ലഭിച്ച മാർക്കിന്റെ ആനുപാതിക മാർക്ക് നഷ്ടപ്പെട്ട പേപ്പറിനും നൽകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. കേന്ദ്രീകൃത മൂല്യനിർണ്ണയം തിരികെ കൊണ്ടുവരണമെന്ന് സേവ് യൂണിവേഴ്സിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടുവരാം. MBA ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട വിഷയം വളരെ ഗൗരവമുള്ളതാണെന്ന് സിൻഡിക്കേറ്റ് കാണുകയാണ്. ഇതിന് ഉത്തരവാദിയായ അധ്യാപകനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ എക്സാമിനേഷൻ നടത്താനും കഴിഞ്ഞ 17-ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം തീരുമാനിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ ഒരാഭ്യന്തര അന്വേഷണം നടത്തണം, പോലീസ് നടപടികൾ ഉൾപ്പെടെയുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ DGPക്ക് പരാതി നൽകുകയുണ്ടായി. ഇപ്രകാരം ഒരനാസ്ഥ വരുത്തിയിട്ടുള്ള അധ്യാപകനെ തുടർന്നുള്ള പരീക്ഷാ ഡ്യൂട്ടികളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളും സിൻഡിക്കേറ്റ് കൈക്കൊള്ളും. ഇപ്പോൾ സുനീഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനീഷ, ഗുഡ് മോർണിംഗ്. സുനീഷ, രാവിലെ ഇഡ്ഡലിയൊക്കെ കഴിച്ചോ? ലോക ഇഡ്ഡലി ദിനമായി ഇന്ന്. ഗുഡ് മോർണിംഗ് അരുൺ. ഇഡലി കഴിക്കാൻ പറ്റിയില്ല, പക്ഷേ തൽക്കാലം പുട്ടും കടലയും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇഡ്ഡലി ആണെങ്കിലും പുട്ടാണെങ്കിലും ആവിയിൽ വേവുന്നതാണല്ലോ, അതുകൊണ്ട് ഹെൽത്തിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പം കുഴപ്പമില്ല, പുട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട വിഭവം തന്നെ. നമ്മൾ ഇഡ്ഡലിയെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ പറയായിരുന്നു. അപ്പോൾ സംഭവം എന്തായാലും ഇഡ്ഡലി പോലെ കുഴഞ്ഞ് മറിഞ്ഞ് പരുവത്തിലിരിക്കുകയാണല്ലേ ഈ MBA പരീക്ഷയുടെ കാര്യവും. ഈ സിൻഡിക്കേറ്റ് ഗൗരവമായിട്ട് കണക്കാക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ പക്ഷേ മറ്റൊരാവശ്യമാണ് പറയുന്നത്, അവർക്കൊരു ആവറേജ് മാർക്കിട്ട് കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുക്കാൻ സാധ്യതയില്ലല്ലോ അല്ലേ? ഇല്ല അരുൺ, നിലവിൽ ഏതായാലും അത്തരമൊരു സാധ്യത കാണുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നു, DGPക്ക് പരാതിയൊക്കെ നൽകുന്നുണ്ടെങ്കിലും കുട്ടികളുടെ ഭാവി എന്ത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിൽക്കുന്നത്. 2024 നടന്ന പരീക്ഷയാണ്, 3rd സെമസ്റ്റർ എക്സാമാണ്. അവരുടെ സംബന്ധിച്ചിടത്തോളം അവസാന സെമസ്റ്റർ പരീക്ഷയും എഴുതി പല ഭാഗങ്ങളിലേക്ക് പോയ വിദ്യാർത്ഥികളാണ് ഈ കൂട്ടത്തിലേറെയും ഉള്ളത്. അതുകൊണ്ട് തന്നെ പരീക്ഷ ഉടനടി നടത്തി ഫലപ്രഖ്യാപനം എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളൊരു സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. ഏതായാലും സിൻഡിക്കേറ്റും VCയും അടക്കം VC അടുത്ത ചൊവ്വാഴ്ച യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യോഗത്തിലും പറയുന്നത് വിദ്യാർത്ഥികളെ കൊണ്ട് ഒരു സ്പെഷ്യൽ പരീക്ഷ എഴുതിപ്പിച്ചുകൊണ്ട് ഉടൻ തന്നെ ഫലപ്രഖ്യാപനം നടത്തുന്ന ഒരു രീതിയിലേക്ക് ക്രമീകരിക്കണമെന്നതാണ്. അങ്ങനെയെങ്കിൽ ഏപ്രിൽ 7 തന്നെ പരീക്ഷ നടത്തി ഫലപ്രഖ്യാപനം എന്നൊരു തീരുമാനത്തിലേക്കാണ് സർവകലാശാല എത്തുന്നത്. പക്ഷേ നിരവധി വിദ്യാർത്ഥികൾ, ഈ പറഞ്ഞതുപോലെ കേരളത്തിനകത്തുള്ള വിദ്യാർത്ഥികളുണ്ട്, പുറത്തേക്ക് മറ്റ് പല ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോയ ആളുകളുണ്ട്. അങ്ങനെ നിരവധി പേർ അകത്തും പുറത്തുമായി ഒക്കെ തന്നെയും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് എത്രത്തോളം ഈ 7-ാം തീയതിയിലേക്ക് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം വെക്കുമ്പോൾ അത് പ്രായോഗികമായി അവർക്ക് എത്താൻ കഴിയുമെന്നൊരു സംശയം കൂടി ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഏറെയും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെയുള്ള സെമസ്റ്റർ പരീക്ഷകളുടെ മാർക്കിനനുസരിച്ചുകൊണ്ട് അതിനാനുപാതികമായി ഒരു മാർക്കിട്ട് ഈ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട ഈ പരീക്ഷ പേപ്പറിന് ഇതിന് മാർക്ക് നൽകിക്കൂടെ എന്നുള്ളൊരു ചോദ്യമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് എന്നതാണ്. പക്ഷേ അത്തരമൊരു മാർക്ക് നൽകുന്ന രീതി അത് ശരിയല്ല എന്നത് തന്നെയാണ് ആ സർവകലാശാലയും വിലയിരുത്തുന്നത്. അതുകൊണ്ട് അതിലേക്ക് കടക്കില്ല എന്നത് തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 3rd സെമസ്റ്റർ ഒക്കെ തന്നെയും പഠിച്ച് കഴിഞ്ഞുപോയ വിഷയമാണ്. അതുകൊണ്ട് വീണ്ടും അതിലേക്ക് പൊടിതട്ടി എടുക്കുക എന്നതും അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം വിദ്യാർത്ഥികൾ അങ്ങനെ ഒരു ആവശ്യം കൂടി പറയുന്നത് എന്നതാണ്. ഒപ്പം തന്നെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഒരു പ്രതിഷേധം ഇപ്പോൾ അറിയിക്കുന്നതെന്ന് വെച്ചാൽ ഈ സർവകലാശാലയിലെ ഗ്രാൻഡ് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഈ കേന്ദ്രീകൃത മൂല്യനിർണ്ണയം മാറ്റിക്കൊണ്ട് അധ്യാപകർക്ക് തന്നെ പരീക്ഷാ പേപ്പർ കൊണ്ടുപോയി ഈ ഉത്തരക്കടലാസ് നോക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയത്. പക്ഷേ അത്തരമൊരു സംവിധാനമാണ് നിലവിൽ ഇങ്ങനെയൊരു കാരണം, ഈ ഒരു ഉത്തരക്കടലാസ് കാണാതെ പോകുന്ന സാഹചര്യത്തിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃത മൂല്യനിർണ്ണയം അത് തിരികെ കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്യുന്നുണ്ട് അരുൺ. ഓക്കെ, താങ്ക് യു. സുനീഷയാണ് ചേർന്നത്. കേന്ദ്രീകൃത മൂല്യനിർണ്ണയം തന്നെയാണ് എഫക്റ്റീവ് ആവുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.